ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലംബോദരൻ കയറി വരണം കേട്ടോ. ഈ സമയം തനിക്കുള്ള പണവുമായാണ് വരുന്നതെന്ന് കരുതിയിട്ട് വിനയൻ ഓടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ലതികയാണെങ്കിലും ഒന്നും അറിയാതെ കടകൾക്കുള്ളിൽ നിൽക്കുകയാണ്. പിന്നീട് കടയുടെ പുറത്തോട്ട് വന്നിട്ട് എന്താ അമ്മാവ ഇത്രയും നേരമായി വൈകിയത്, അമ്മാവൻ ഇതുവരെ എവിടെയായിരുന്നു എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ കയ്യിൽ പണത്തിന്റെ ആ ഒരു സഞ്ചി കാണുന്നുണ്ടല്ലോ. അപ്പൊ അത് പണമായിരിക്കും എന്നാണ് വിനയൻ കരുതുന്നത് കേട്ടോ. പക്ഷേ പ്രതീക്ഷകളൊക്കെ ആകെ താളം തെറ്റാണ്. വിനയൻ എന്ന ക്രിമിനലിനെ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിനയന്റെ അഭിനയത്തിന് ഇനി വിരാമം വീഴാൻ പോകുന്ന ആ എപ്പിസോഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ ലംബോദരനോട് ചോദിക്കുകയാണ്. അപ്പൊ ലംബോദരൻ പറയണേ, എടാ ഞാൻ കുറച്ച് നേരം വൈകി, അതിൻ്റെതായ കാരണമുണ്ട്, എന്നാ പണം ഇങ്ങ് തന്നേക്ക്. ഇതിന് പണമല്ല, പിന്നെ ഇത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇത് ഗോൾഡാണ്. എന്താ മാമ ഈ പറയുന്നത്? ഇപ്പൊ ഈ തിരക്ക് പിടിക്കുന്ന ഈ സമയത്ത് എന്ത് ഗോൾഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് നീ കൊണ്ടുവന്ന സ്വർണ്ണമാണെന്ന് പറയണ്ട. അത് കേട്ടോടെ തന്നെ വിനയനാകെ പേടിയാവുകയാണ് കേട്ടോ. എന്നിട്ട് വിനയൻ ഇതെന്താ മാമ ഈ കാണിക്കുന്നത്, ഈ സമയത്ത് എന്തിനാ മാമൻ എന്നെ ഇട്ട് ഇങ്ങനെ പിടിക്കുന്നതെന്ന് ചോദിച്ചോടെ തന്നെ പറയണേ. എടാ ചീരി തന്ന ഈ സ്വർണ്ണം ഉണ്ടല്ലോ, ഇത് മാറ്റി കുറഞ്ഞ സ്വർണ്ണമാണ്. മാമൻ എന്താ ഈ പറയുന്നത്? പഴയകാലത്തെ സ്വർണ്ണങ്ങളൊക്കെ മാറ്റി കൂടിയ സ്വർണ്ണങ്ങളാണ്, അത്രയും തനി തങ്കത്തിൽ പൊതിയുന്നതാണ്. ഇന്ന് കാലങ്ങളിലല്ലേ പിന്നെയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ, എടാ ഞാൻ വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് പറയുന്നത്. ഇതാ മാറ്റി കുറഞ്ഞ തനി തങ്കത്തിൽ പൊതിഞ്ഞതല്ല, ഇത് ചെമ്പിൽ പൊതിഞ്ഞ സ്വർണ്ണമാണ്. ഇത് ഉരുക്കി കഴിഞ്ഞാൽ ഒരു പവൻ പോലും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് വിനയന്റെ കൈകളിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ വിനയനായി മാറുന്നു കേട്ടോ. അപ്പോഴേക്കും ലതിക എന്താ ഇവിടെ സംഭവിച്ചത്? അപ്പോഴേക്കും ആ ബാഗ് തുറന്ന് ഇതാ ഇത് കയ്യിൽ വെച്ചേക്ക് എന്നും പറഞ്ഞിട്ട് അതിൽ നിന്നൊരു തുണിക്കഷ്ണം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തോ ഒരു സാധനമാണ്. അങ്ങനെ വിനയം പറയണേ ഞാൻ പോട്ടെ. അപ്പോഴേക്കും ലതിക വന്ന് ചോദിക്കുക, എന്താ ഇവിടെ പ്രശ്നം എന്ന് പറയുമ്പോൾ, അമ്മയുടെ ആങ്ങളയുണ്ടല്ലോ പണവുമായി വന്നിരിക്കേണ്ട സമയത്ത് ഇവിടെ ചെയ്തത് കണ്ടില്ല എന്ന് പറയുമ്പോൾ ലതികയോട് കാര്യങ്ങൾ പറയാനിട്ട് ലംബോദരൻ ഇത് മാറ്റി കുറഞ്ഞ സ്വർണ്ണമാണ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ മകളെ പറ്റിക്കാൻ പറ്റില്ല എന്ന് സത്യം വെളിപ്പെടുത്താൻ കേട്ടോ. അപ്പൊ അത് കേട്ടുകൊടുത്തന്നെ അത്രയും വല്ലാതെ ഇഷ്ടപ്പെടില്ല ഈ പറയുന്ന വിനയൻ കേട്ടോ. അങ്ങനെ വിനയൻ അവിടെ നിന്ന് പോകുമ്പോൾ, എടാ മോനെ നീ എങ്ങോട്ടാ പോകുന്നത്, ഒന്ന് മാറി നിന്ന് ഞാൻ എങ്ങോട്ടാ പോകുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ സ്വർണത്തിന്റെ ബാഗ് വാങ്ങി നേരെ പോകുന്നത് അനുപമയുടെ അടുത്തോട്ടാണ് കേട്ടോ. ഈ സമയം ലതിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ചിരുമോളുടെ അടുത്തോട്ടാ വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് ചിരുവിൻ്റെ അരികിലോട്ട് വരുന്നുണ്ട്. പിന്നീട് അനുപമയാണ് കാണിക്കുന്നത്. അനുപമ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദയ വല്ലാത്ത ടെൻഷനിലാണ്. എന്താടി നിനക്ക് പറ്റിയത്, നീ എന്തിനത്ര വല്ലാത്ത ടെൻഷൻ? അപ്പൊ ഈ പേടി ഇങ്ങനെ അനിതയുടെ മുഖത്തുണ്ട്. അപ്പൊ ദയ പറയണേ, ഞാൻ നല്ലൊരു ടെൻഷനിലാണ് ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ എന്നെ തിരക്കുന്ന ഇടയ്ക്ക്, ചേച്ചി ഒരു പ്രശ്നമുണ്ട്. ഞാൻ നമ്മുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണ്ണമുണ്ടല്ലോ, ആ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ കൊണ്ടുപോയി ഇങ്ങനെ ചെറിയൊരു പൊട്ടുണ്ടായിരുന്നു, അത് വിൽക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ സ്വർണ്ണക്കടക്കാരൻ എന്നോടൊരു സത്യം വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ, എന്ത് സത്യം എന്ന് വീണ്ടും ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ തന്നെ പറയണേ, ആ സ്വർണം മാറ്റി കുറഞ്ഞ സ്വർണ്ണമാണ് എന്ന് പറയണത് കേൾക്കുന്ന അനുപമ, എന്താ നീ പറയുന്നത്? അതേ മാറ്റി കുറഞ്ഞ സ്വർണ്ണമാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ, പഴയകാല സ്വർണ്ണങ്ങൾ നല്ല മാറ്റിക്കൂടിയ സ്വർണ്ണമല്ലേ എന്നൊക്കെ പറയുമ്പോൾ, ചേച്ചി എവിടെ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ പുറത്ത് വിനയൻ്റെ ഒന്നൊന്നര വരവ് കേട്ടോ. വിനയൻ ഇങ്ങനെ വന്നിട്ട് ബെല്ലടിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഇതേ പറയുന്നുണ്ട്, ചിരി ചേച്ചിയുടെ അവസ്ഥ ഇനി എന്താവുമെന്നും അറിയില്ല, ചിരി ചേച്ചിയോട് ഞാൻ സത്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം അനുപമ ഇങ്ങനെ പേടിയോടുകൂടി നിൽക്കുമ്പോഴാണ് വിനയൻ്റെ ബെല്ലടി. അപ്പോൾ വിനയൻ അനുപമേ എന്ന് പറഞ്ഞ് ഉറക്കി വിളിക്കുമ്പോൾ അത് വിനയനാണെന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ അനുപമ അങ്ങനെ ഈശ്വര അയാൾ വന്നല്ലോ എന്നുള്ള പേടിയോട് കൂടി നിൽക്കുമ്പോൾ തന്നെ ഭാനുമ പറയും, ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഭാനുമ ചെല്ലണം. അപ്പോൾ ഭാനുമ ചെല്ലുമ്പോൾ വിനയൻ ചോദിക്കുന്നത്, നിങ്ങളാണോ അനുപമ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം വിനയനോട് തിരിച്ച് പറയുന്നുണ്ട്, നീ എന്തെങ്ങനെ ബഹുമാനമില്ലാതൊക്കെ സംസാരിക്കും, ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പാടില്ല, നിങ്ങളെന്നെ ബഹുമാനക്കെടുന്നു, നിങ്ങളെന്നെ പഠിപ്പിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഭാനുമയോട് ചൂടാകുമ്പോഴേക്കും അനുപമ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എന്താ വിനയ, ഇതാ നിങ്ങളുടെ സ്വർണം എന്ന് പറഞ്ഞിട്ട് മുഖത്ത് വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിയാണ് കേട്ടോ. നിങ്ങളെന്നെ പറ്റിച്ചില്ലേ, നിങ്ങളെന്നെ വഞ്ചിച്ചില്ലേ, നിങ്ങൾ എനിക്ക് മാറ്റി കുറഞ്ഞ് സ്വർണം തന്ന് എന്നെ നിങ്ങൾ വിനയനെ നിങ്ങൾ നാണം കെടുത്തിയില്ലേ എന്നുള്ള ആ ചോദ്യവും പറച്ചിലൊക്കെ എങ്ങനെ ആവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം വിനയനാണെങ്കിലോ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ, അനുപമയ്ക്കാണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കാണ്. അപ്പോഴേക്കും ദയ പറയണേ, എന്താ അതിൽ തെറ്റ്, ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണ്ണമാണ്, ഇത് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ, മതി നിർത്ത്, അഭിനയം നിർത്ത് എന്നൊക്കെ പറയും. വിനയം വളരെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത്. അപ്പോൾ ആ ഒരു സീന് യൂട്യൂബിൽ എപ്പിസോഡ് ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ അനുപമയുടെ മുഖത്ത് ഈ സ്വർണ്ണം എറിയുമ്പോൾ അനുപമ പറയണേ, ഇത് എൻ്റെ വീടാണ്, നിങ്ങളെവിടെ നിന്ന് പോയി, നിങ്ങളുടെ വീട്ടിൽ ചോറ് ഇതൊക്കെ കൊണ്ടിട്ട് നിങ്ങളെന്നെ ഇരുന്നോളൂ
എന്ന് പറഞ്ഞ് വിനയനെ ആട്ടി അവിടെ നിന്ന് ഇറക്കണം കേട്ടോ. ഈ സമയം മോളെ നീ അവനോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് ഭാനുമ്മ പറയണം. അപ്പോൾ ഭാനുമ്മയോട് പറയണേ ഞാൻ പിന്നെ എന്ത് വേണം, മനുഷ്യന് കുറേ ആയി ക്ഷമിക്കുന്നു, വേണ്ട വേണ്ട എന്ന് കരുതി ക്ഷമിക്കും തോറും തലയിൽ കയറുന്നോ. അപ്പോൾ ഉടൻ തന്നെ ചീരു എന്ന് ഭാനുമ്മ പറയണം. അത് കേട്ട ഉടൻ തന്നെ ചീരുവിനെ ആലോചിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും സഹിച്ചത്. അത് കേൾക്കുന്നതേ പറയണേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താവും നമ്മുടെ ചീരു ചേച്ചിയുടെ അവസ്ഥ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ ചീരുവിനെയാണ് കാണിക്കുന്നത്. ചീരുവിനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ലതിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവനെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ള സത്യം ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞല്ലോ, അനുപമയോട് മോശമായ രീതിയിൽ പെരുമാറിയെന്നും പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ അവൻ എങ്ങനെയാണോ അങ്ങോട്ടേക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ ചീരുവിനെ ഇങ്ങനെ പേടിയപ്പോൾ ലംബോദരൻ പറയണേ ഈശ്വരനാണ് എന്നെ രക്ഷിച്ചത്, അല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മകൻ്റെയും മരുമകൻ്റെയും മുന്നിൽ കള്ളനായി പോയിരുന്നു, മാറ്റി കുറഞ്ഞ സ്വർണ്ണം ആ സമയം എന്നെ ഇങ്ങനെയൊക്കെ അറിയിക്കാൻ തോന്നിയത് നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് വിനയൻ ഒരു ഗുണ്ടയെ പോലെ, നല്ല മഴയുണ്ട് ആ സമയം കോട്ടയൊക്കെ ഇട്ട് ഒരു ഗുണ്ട വരുന്നത് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ വിനയൻ വരുന്നത്. അങ്ങനെ വിനയനെ കാണുന്ന ചീരുവിന് ആകെ പേടിയാവണം. ചീരു ആകെ വിറയലോട് കൂടി ഇങ്ങനെ നിൽക്കണം. അങ്ങനെ വിനയൻ ഇങ്ങനെ നേരിട്ട് വന്നിട്ട് എടി നീ എന്നെ വഞ്ചിച്ചില്ലേ, എൻ്റെ സ്വപ്നങ്ങൾ നീ എന്നെ തകർത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ചീരുവിനെ അങ്ങ് തലങ്ങും വിലങ്ങോട്ട് അടിക്കാൻ കേട്ടോ. ഇതോടുകൂടി ചീരുവിനെ അടിക്കുന്നത് കാണുമ്പോൾ ലംബോദരനെ അങ്ങ് ഇഷ്ടപ്പെടില്ല. അപ്പോഴേക്കും ലതിക പറയുന്നുണ്ട് ഒരു ഗർഭിണിയായ പെണ്ണിനെടാ നീ അടിക്കുന്നത്, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ലതികയും പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും കേൾക്കാതെ ചീരുവിനെ തലങ്ങും വിലങ്ങോട്ട് അടിച്ച് കഴുത്തിന് പിടിച്ച് ചുമലിലിട്ട് ഞെരുക്കി പിരിക്കുന്ന സമയത്ത് ലംബോദരൻ ഒരു കണക്കിന് അങ്ങ് വിനയനെ കൊടുക്കണം. ഇട നെറുകെട്ടവൻ, ഇട നെറി, ഇത്രയും വൃത്തികെട്ട സ്വഭാവം ഒരിക്കലും നീ എടുക്കാൻ പാടില്ലടാ. നീ ഒന്ന് ചിന്തിക്കണം, ഒരു കാര്യം നീ ആലോചിക്കണം. ഈ പെങ്കുച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് തീർച്ചയായും എന്തെങ്കിലും ഒന്ന് ആവുമായിരുന്നോ, അത് നീ മറന്നൂടാ എന്നും പറഞ്ഞ് തലങ്ങും വിലങ്ങും അങ്ങ് കൈവെക്കുന്നതോടുകൂടി വിനയനാകെ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. വിനയൻ പറയും ഞാൻ പിന്നെ എന്താ വേണ്ടത്, ഇവളെ നിങ്ങളെ സ്വർണത്തെക്കുറിച്ച് അറിയിച്ചില്ലേ, ഇവളോട് ഞാൻ പറഞ്ഞതാണ് മാറ്റു കുറഞ്ഞ സ്വർണത്തെക്കുറിച്ച് വിവരം അറിയിക്കരുതെന്ന്. അത് കേൾക്കുന്ന ലംബോദരൻ വീണ്ടും ഒരിക്കണം കേട്ടോ. എന്താണ് നെറുകെട്ടവനെ നീ പറയുന്നത്, എൻ്റെ മരുമകൻ്റെയും മകളുടെയും മുന്നിൽ ഇന്ന് ഞാനൊരു കള്ളനായി ഇവളാണ് അറിയിച്ചത് എന്ന് കരുതിയാണ് ഈ ഗർഭിണിയായ പെൺകൊച്ചിനെ നീ ഇങ്ങനെ അടിച്ചത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നീ ചെയ്തത്, എന്ത് നെറുകെട്ട സ്വഭാവമാണ് നിൻ്റേത് എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായി ദേഷ്യത്തോടു കൂടി സംസാരിക്കാനായിട്ട്. അപ്പോൾ ഉടൻ തന്നെ പിന്നെ ആരറിയിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത്, ആരറിയിച്ചെന്ന് ഞാൻ പറഞ്ഞു തരണം. ഈശ്വരാധീനം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഈശ്വരൻ എൻ്റെ കൈവിട്ട് കളഞ്ഞില്ല. എൻ്റെ സത്യാവസ്ഥയ്ക്ക് ഈശ്വരൻ തന്നെ ഉത്തരം തന്നു. ഞാൻ ദയ ആ സ്വർണ്ണക്കടയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ ആ സ്വർണ്ണക്കടയിലോട്ട് കയറിയപ്പോൾ അവിടെ ഉള്ളതാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. അവനോട് കാര്യങ്ങൾ തിരക്കി, അവർ സ്വർണ്ണം എടുക്കാൻ വന്നതാണോ എന്നൊക്കെ ഞാൻ തിരക്കിയപ്പോൾ അവരെന്നോട് ആ സത്യം വെളിപ്പെടുത്തി. അവരിവിടെ വന്നത് സ്വർണം വിളക്കാൻ വേണ്ടിയാണ്, അത് മാറ്റി കുറഞ്ഞ സ്വർണ്ണമാണ് എന്നുള്ള സത്യം അവർക്ക് മുന്നിൽ ഞാൻ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ലംബോദരൻ പിന്നീട് ഒന്നും നോക്കില്ല, വേഗം ലംബോദരൻ പോയിരിക്കുകയാണ്. സ്വർണം ഇങ്ങനെ പണം ഞാൻ എടുത്തു വന്നതെന്ന് പറയുമ്പോൾ മാമൻ എന്തിനാ എന്നെ ചതിച്ചത്, മാമന് എൻ്റെ സ്വപ്നങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യായിരുന്നില്ല എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എടാ നെറുകെട്ടവനെ, ഈ കൊച്ചിൻ്റെ ഒരൊറ്റ ഒരു ഇതോടുകൂടിയാണ് നിനക്ക് ഞാൻ സ്വർണം തന്നത്, നിന്നെപ്പോലെ നെറുകെട്ടവനെ ഒരിക്കലും ഞാൻ സ്വർണം തരാം, നന്ദിയില്ലാത്ത ജന്മമാണ് നീ എന്ന് എനിക്ക് നന്നായി അറിയാം. ഈ കൊച്ചു ജാമ്യം നിന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ മകളുടെ സ്വർണം നിനക്ക് തരാമെന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓഹോ, അപ്പം നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഭരിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ വിനയനോട് പറയുന്നുണ്ട് ഇനി നീ ഈ കൊച്ചിൻ്റെ ദേഹത്ത് കൈവച്ച് കഴിഞ്ഞാൽ ഇവളെൻ്റെ ഭാര്യയാണെങ്കിൽ ഇവളെ തല്ലുകയും കൊല്ലുകയും വെട്ടുകയും ഒക്കെ ഞാൻ ചെയ്യും. അത് ചോദ്യം ചെയ്യാൻ നിങ്ങളാരെ, ഒന്നാമത് എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ എന്നെ ഭരിക്കണം, മര്യാദക്ക് ഇറങ്ങിപ്പോ എന്നങ്ങ് പറയുമ്പോൾ അതങ്ങ് കേൾക്കുമ്പോൾ വല്ലാതെ അങ്ങ് ദേഷ്യം വിനയനെ പിടിക്കാനായിട്ടോ. വിനയനല്ല ലംബോദരനെ പിടിക്കാനായിട്ട്. അപ്പോൾ ലംബോദരൻ എടാ ഇത്രയും നെറുകെട്ടവനായോ. അപ്പോൾ ലതിക പറയുന്നുണ്ട് എന്താടാ നീ ആരോടാടാ ഈ പറയുന്നത്, നിൻ്റെ അമ്മാവനാടാ, അത് നീ ചിന്തിക്കണടാ, ആര് തന്നെ ആയാലും ഇത് വിനയൻ്റെ വീടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലതിക ഈ ഒരു വാക്കുകൾ പറയുമ്പോൾ വല്ലാത്ത ഇതൊക്കെ സങ്കടമാകാണ്. അങ്ങനെ ലംബോദരൻ പറയുന്നുണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാണ്, ഇനി നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ ലതിക പറയണേ എന്തിനെ എൻ്റെ അങ്ങളെ പോകണം, ഇതെൻ്റെ വീടാണ്, അവന് അങ്ങനെ അധികാരം പറയാനൊന്നും കഴിയത്തില്ല. അപ്പോൾ ഉടൻ തന്നെ ചിരി പറയണേ അങ്ങനെ അമ്മയെ പറയാൻ പാടില്ല, കാരണം അമ്മയുടെ മകനാണ് ഈ കുടുംബം നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും വീട്ടിൽ നിന്ന് ഇറങ്ങുക തന്നെ വേണം, അതുകൊണ്ട് അയാൾ നിയന്ത്രിക്കുന്ന ഈ വീട്ടിൽ ഞാനും നിൽക്കുന്നില്ല, ഞാനും എൻ്റെ മക്കളും ഈ സമയം ഇവിടെ നിന്നും പടിയിറങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ചീരു വിനയനോട് പറയുന്നുണ്ട്
പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ദേഹത്തെ നിങ്ങൾ ഇനി കൈവെക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ എന്നെ ഒറ്റ നിമിഷം കൊണ്ട് കൊന്നേക്കണം, അല്ല എങ്കിൽ നിങ്ങൾ ഈ ചീരു ആരാണെന്ന് അറിയുമെന്നും വിനയൻ്റെ മുഖത്തടിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഒരു സീൻ ഉണ്ടാവുന്നുണ്ട്. കാരണം വിനയൻ ആ പൈസ കിട്ടില്ലെന്ന് പറയുമ്പോൾ ആ ഒരു കടയുടെ ഓണർ ഉണ്ടല്ലോ, എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ നിൽക്കുന്ന ആളുണ്ടല്ലോ, അയാളുടെ മുന്നിലോട്ട് വിനയൻ പോകുന്നുണ്ട്. അങ്ങനെ വിനയൻ അയാളോട് കാര്യങ്ങൾ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒരു വ്യക്തിത്വമില്ലാത്ത എന്ത് സാധനമാണ് ഇനി, ഒരു പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയില്ല നിനക്ക്, കാരണം എത്ര ആളുകൾ ഇവിടെ വന്നിട്ട് ഞാൻ ആ കട തരില്ല എന്ന് പറഞ്ഞിട്ട് എന്നിൽ നിന്ന് എനിക്കിതാണല്ലോ കിട്ടിയതെന്ന് പറയുമ്പോൾ വിനയൻ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ആവുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചീരു ഇനി പടിയിറങ്ങാൻ പോവുകയാണേ, ചീരു ഇനി അവിടെ നിൽക്കില്ലെന്ന തീരുമാനം ചീരു ഇനി എടുക്കാൻ പോവുകയാണേ.